ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിൻ്റെയും വിവാഹത്തിന് ശേഷം വിതുരരെയും അനുരൂപയായ ഒരു യുവതിയെക്കൊണ്ട് ഭീഷ്മർ വിവാഹം കഴിപ്പിച്ചു. കാലം കടന്നുപോയി. ഒരിക്കൽ വേദവ്യാസൻ യാത്ര ചെയ്ത് വിശന്ന് തളർന്ന് ഹസ്തിനപുരിയിലെത്തി. ഗാന്ധാരി അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ച് ശുശ്രൂഷിച്ചു. ഇതിൽ സന്തുഷ്ടനായ വ്യാസൻ അവൾക്ക് 100 പുത്രന്മാരുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. പാണ്ഡുവാകട്ടെ തൻ്റെ ഭാര്യമാരായ കുന്തിയോടും മാദ്രിയോടുമൊത്ത് വനത്തിൽ വിനോദങ്ങളിലേർപ്പെട്ട് കഴിയുകയായിരുന്നു. ഒരു ദിവസം കാട്ടിൽ ഇണചേരുന്ന ഒരു മാനിനെയും മാൻപേടയെയും കണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് നേരെ അമ്പെയ്തു. ഇണയോടൊത്ത് മേളിച്ചു നിന്ന ആ കലമാൻ ആ ശരമേറ്റ് പിടഞ്ഞു വീണു. മാത്രമല്ല, ആ മാൻ ഒരു മുനിയായി മാറി. കിന്തമൻ എന്നു പേരുള്ള ഒരു മുനി. പേടമാൻ മുനിയുടെ ഭാര്യയുമായി തീർന്നു. അവർ തങ്ങളുടെ മന്ത്രശക്തിയാൽ മാനിൻ്റെ രൂപം കൊണ്ട് നടക്കുകയായിരുന്നു. മരിക്കുന്നതിനു മുമ്പ് കിന്തമൻ പാണ്ഡുവിനെ ശപിച്ചു. രാജാവേ, കുലീന വംശജനും ധർമ്മനിഷ്ഠനുമായ നീ എന്തിനീ പാപം ചെയ്തു? വേട്ടയാടാനും ശത്രുവധത്തിനുമൊക്കെ ഓരോ സമയങ്ങളുണ്ട്. നീ എന്നെ ക്രൂരമായി വധിച്ചു. എൻ്റെ ഭാര്യയെ നിത്യദുഃഖത്തിലേക്ക് തള്ളിവിട്ടു. അതിനാൽ നിനക്കും ഈ ഗതി വരും. നീ നിന്റെ ഭാര്യയോടൊത്ത് രമിക്കുമ്പോൾ നിനക്ക് മരണം വന്നു ചേരും. ശാപമേറ്റ് സ്തബ്ധനായ പാണ്ഡു കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ജീവിക്കാനുള്ള മോഹം നശിച്ച് ആ രാജാവ് വനവാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ശതശൃംഗവനത്തിൽ മുനിമാരോടൊപ്പം ആശ്രമ ജീവിതം നയിക്കാൻ പുറപ്പെട്ടു. കുന്തിയും മാദ്രിയും പാണ്ഡുവിനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എനിക്കൊരു ഭർത്താവാൻ ഇനി കഴിയില്ല. നിങ്ങൾ കൊട്ടാരത്തിൽ കഴിയുക, പാണ്ഡു അവരോട് പറഞ്ഞു. എന്നാൽ പാണ്ഡുവിൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും കൂടെ ഉണ്ടാകുമെന്ന് അവർ തീർത്തു പറഞ്ഞു. അവർ കാട്ടിലേക്ക് യാത്രയായി. പാണ്ഡുവിൻ്റെ അഭാവത്തിൽ ഭീഷ്മർക്ക് അന്ധനായ ധൃതരാഷ്ട്രരെ കിരീടം ധരിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അന്ധനായ ഒരു രാജാവും കണ്ണുകെട്ടിയ ഒരു രാജ്ഞിയും ഹസ്തിനപുരിയുടെ ഭരണമേറ്റെടുത്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ഗാന്ധാരി ഗർഭിണിയാണെന്നുള്ള വാർത്ത പാണ്ഡുവിന് ലഭിച്ചു. ആ വാർത്ത കേട്ട് പാണ്ഡു വിഷണ്ണനായി തീർന്നു. വിധി തൻ്റെ കിരീടം തട്ടിയെടുത്തു. ഇപ്പോഴിതാ തനിക്ക് രാജാവാകാൻ പുത്രന്മാർ ജനിക്കുകയുമില്ല. കുന്തി ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഏതൊരു പുരുഷനെയും ഭർത്താവായി സ്വീകരിക്കാമായിരുന്നു. സദാചാരനിഷ്ഠ ആരും പുലർത്തിയിരുന്നില്ല. ഈ സ്ഥിതി ശ്വേതകേതു എന്ന മുനിക്ക് അരോചകമായി തോന്നി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉദ്ദാലകന് അമ്മ മറ്റു മുനിമാരുമായി സഹവസിക്കുന്നത് കണ്ടിട്ടും ഒരു മനോവിഷമവും ഉണ്ടായില്ല. ഇത് കണ്ട ശ്വേതകേതു ഇതിനൊരു മാറ്റമുണ്ടാക്കാനായി വിവാഹ നിയമം ഉണ്ടാക്കി. അന്നു മുതൽ സ്ത്രീകൾ ഭർത്താവിനെ മാത്രം ആശ്രയിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ അച്ഛൻ ആരെന്നറിയാം. ഭർത്താവിൽ നിന്ന് മാത്രമേ പുത്രനുണ്ടാകാൻ പാടുള്ളൂ. ഭർത്താവിന് അതിന് കഴിയില്ലെങ്കിൽ ഭർത്താവ് നിർദ്ദേശിക്കുന്ന പുരുഷനെ സമീപിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന സന്താനങ്ങളെല്ലാം ഭർത്താവിൻ്റേതാകും, ജന്മം നൽകിയത് ആരായാലും. അങ്ങ് വിചിത്രവീര്യൻ്റെ പുത്രനാണ്. അദ്ദേഹം അങ്ങയുടെ അമ്മയെ ഗർഭം ധരിപ്പിച്ചില്ലെങ്കിലും. ഈ നിയമം പ്രയോജനപ്പെടുത്താൻ പാണ്ഡു തീരുമാനിച്ചു. കുന്തി പറഞ്ഞു, എനിക്ക് ബാല്യത്തിൽ ദുർവാസാവ് മഹർഷി പുത്രലബ്ധിക്കുള്ള ഒരു ദിവ്യമന്ത്രം ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ആ മന്ത്രം ജപിച്ചാൽ ഏതു ദേവനും നമുക്ക് വശമ്മതനാകും. അങ്ങനെ പുത്രനെ നേടുവാൻ അങ്ങ് അനുവദിച്ചാൽ ദേവപ്രീതിയാൽ ഈ ദുഃഖം തീർക്കാവുന്നതേയുള്ളൂ. സന്ദർഭത്തിന് യോജിച്ച ആ കുന്തിയുടെ നിർദ്ദേശം സ്വീകരിച്ച് പാണ്ഡു പറഞ്ഞു, യമനെ വിളിക്കൂ. അദ്ദേഹം ധർമ്മദേവനാണ്. എല്ലാ രാജാക്കന്മാർക്കും മാതൃകയുമാണ്. കുന്തി ധർമ്മദേവനെ സ്മരിച്ചു. അവരിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു. അവന് യുധിഷ്ഠിരൻ എന്ന് പേരിട്ടു. പിന്നെ പാണ്ഡു വായുദേവനെ നിർദ്ദേശിച്ചു. ഹനുമാന്റെ പിതാവായ വായു ഏറ്റവും ശക്തനാണ്. അങ്ങനെ ഉണ്ടായ പുത്രനാണ് ഭീമസേനൻ. അതിനുശേഷം കുന്തി ദേവരാജാവായ ഇന്ദ്രനെ സ്വീകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് വില്ലാളി വീരനായ അർജുനൻ ജനിച്ചു. കുന്തി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇന്ദ്രനെ സ്വീകരിച്ചത്.
അതിനാൽ അർജുനൻ കുന്തിക്ക് പ്രിയപ്പെട്ട പുത്രനായി. അർജുനനെ മാത്രമേ പ്രഥയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ പാർത്ഥൻ എന്ന് വിളിക്കുന്നുള്ളൂ. അർജുനനും ജനിച്ച ശേഷം പാണ്ഡു മറ്റൊരു ദേവനെ കൂടി വിളിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കുന്തി ആ മന്ത്രം മാദ്രിക്ക് നൽകാൻ തയ്യാറായി. മാദ്രി മന്ത്രം കൊണ്ട് അശ്വിനി ദേവകളെയാണ് വരിച്ചത്. അവരിൽ നിന്നും അവൾക്ക് ഇരട്ടകളാണ് പിറന്നത്, നകുലനും സഹദേവനും. ഇതിനിടയിൽ ഹസ്തിനപുരിയിലും പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. കുന്തി യുധിഷ്ഠിരനെ പ്രസവിച്ചപ്പോൾ ഗാന്ധാരിയും ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. തനിക്ക് മുമ്പേ കുന്തിക്ക് പുത്രൻ ജനിച്ചതിൽ അവൾ ഏറെ അസ്വസ്ഥയായി. ഏറെ മാസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടി ജനിച്ചില്ല. വ്യാസന്റെ വരപ്രസാദത്താൽ 100 മക്കൾ ജനിക്കാൻ കാത്തിരുന്ന ഗാന്ധാരി ദുഃഖിതയായി തീർന്നു. അവൾ ഗർഭിണിയായിട്ട് 2 വർഷത്തോളമാകുന്നു. ഇനിയും ക്ഷമിക്കാൻ കഴിയാതെ അവൾ കുട്ടിയെ ബലമായി പുറത്തെടുക്കാൻ തീരുമാനിച്ചു. തൻ്റെ വീർത്ത വയറിൽ അവൾ കഠിനമായി മർദ്ദിച്ചു. അതിൻ്റെ ഫലമായി ഒരു മാംസക്കട്ടയാണ് പ്രസവിച്ചത്. ഗാന്ധാരി നിരാശയായി കരഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് മുന്നിൽ വ്യാസൻ പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധാരിയെ ആശ്വസിപ്പിച്ച് വ്യാസൻ 101 കുടം നെയ്യ് വരുത്തിച്ചു. ആ മാംസപിണ്ഡത്തെ തണുത്ത വെള്ളത്തിൽ കഴുകി അത് 101 കഷ്ണങ്ങളായി തിരിഞ്ഞു. ആ 101 കഷ്ണങ്ങളും നെയ്ക്കുടങ്ങളിൽ ഇട്ടടച്ച് ഭദ്രമായി സൂക്ഷിക്കുവാനേൽപ്പിച്ച് വ്യാസൻ ഹിമാലയത്തിലേക്ക് പോയി. നാളുകൾ കടന്നുപോയി. കുടങ്ങളിൽ ഒന്ന് പൊട്ടി. ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞു പിറന്ന ഉടൻ ദുർനിമിത്തങ്ങൾ കാണാനായി. ഭീതനായ ധൃതരാഷ്ട്രർ പുരോഹിതരോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? പുരോഹിതർ പറഞ്ഞു, രാജാവേ, ഈ സന്തതി നിന്റെ കുലവും നാടും മുടിക്കാൻ പിറന്നവനാണ്. ഇവനെ ഉപേക്ഷിക്കുക. നിനക്ക് ഇനിയും 99 പുത്രന്മാരും ഒരു പുത്രിയും ജനിക്കുമല്ലോ. ഇവനെ കൈവിടുക. ധൃതരാഷ്ട്രർക്ക് അതിന് മനസ്സ് വന്നില്ല. അങ്ങനെ പിറന്ന പുത്രനാണ് ദുര്യോധനൻ. നെയ്ക്കുടങ്ങൾ ഒന്നൊന്നായി പൊട്ടി 99 പുത്രന്മാർ പിറന്നു. 101-ാമതായി ഒരു പുത്രിയും ജനിച്ചു, ദുശ്ശള. ഭാര്യയുടെ ഗർഭകാലത്ത് തന്നെ ധൃതരാഷ്ട്രർക്ക് ദാസിയിൽ ഒരു പുത്രൻ കൂടി ജനിച്ചു, യുയുത്സു. ദാസിയിൽ ജനിച്ച പുത്രനായതുകൊണ്ട് സമർത്ഥനായിരുന്നു അയാളെങ്കിലും രാജ്യാവകാശിയായില്ല. അതേസമയം പാണ്ഡു തൻ്റെ 2 ഭാര്യമാരും 5 പുത്രന്മാരുമായി അനേകം മുനിമാരോടൊപ്പം വനത്തിൽ സന്തോഷത്തോടെ താമസിച്ചു വരികയായിരുന്നു. യൗവനം വിട്ടൊഴിയാത്ത പാണ്ഡു തൻ്റെ ഭാര്യമാരോട് താൽപ്പര്യത്തോടെ അടുക്കാൻ കഴിയാത്തതിൽ വേദനിച്ചു. ഒരിക്കൽ മാദ്രിയുടെ സൗന്ദര്യം പാണ്ഡുവിനെ ഭ്രമിപ്പിക്കുക തന്നെ ചെയ്തു. മുനിയുടെ ശാപം വിസ്മരിച്ച് അവളെ പുണർന്ന പാണ്ഡു ഉടൻ മരിച്ചു വീണു. ഹൃദയം പൊട്ടിയ മാദ്രി തൻ്റെ 2 പുത്രന്മാരെ കുന്തിയെ ഏൽപ്പിച്ച് പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്തു. കുന്തിയെയും പുത്രന്മാരെയും താമസിയാതെ മുനിമാർ ഹസ്തിനപുരിയിൽ കൊണ്ടുചെന്നാക്കി. ആർക്കും അറിയില്ലെങ്കിലും പാണ്ഡുവിന് താൻ ഇങ്ങനെ അപ്രതീക്ഷിതമായി മരിക്കുമെന്ന് അറിയാമായിരുന്നു. അതിനാൽ തൻ്റെ പുത്രന്മാരോട് അദ്ദേഹം ഒരു രഹസ്യം പറഞ്ഞിരുന്നു. വർഷങ്ങളോളം വനത്തിൽ തപസ് ചെയ്തതിനാൽ വളരെ ജ്ഞാനം അദ്ദേഹം നേടിയിരുന്നു. അത് തൻ്റെ ശരീരത്തിലാണ്. താൻ മരിക്കുമ്പോൾ എൻ്റെ മാംസം ഭക്ഷിക്കുക. നിങ്ങൾക്കതോടെ വലിയ ജ്ഞാനം കൈവരും. അതായിരിക്കും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സ്വത്ത്. പാണ്ഡു മരിച്ച് ശവസംസ്കാരം നടത്തി. അച്ഛൻ പറഞ്ഞത് ചെയ്യാൻ കുട്ടികൾക്കായില്ല. പക്ഷേ സഹദേവൻ അച്ഛൻ്റെ ശരീരത്തിൻ്റെ ഒരു തരി ഉറുമ്പ് കടിച്ചുകൊണ്ടു പോകുന്നത് കണ്ട് ആ തരിയെടുത്ത് അയാൾ വായിലിട്ടു. പെട്ടെന്ന് അയാൾക്ക് ലോകത്തിലുള്ളത് മുഴുവൻ അറിയാൻ കഴിഞ്ഞു. നടന്നു കഴിഞ്ഞതും വരാനിരിക്കുന്നതും എല്ലാം. അമ്മയോടും ജ്യേഷ്ഠന്മാരോടും അത് പറയാൻ അയാൾ ഓടി. പക്ഷേ ഒരു അപരിചിതനായ വ്യക്തി അയാളെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിനക്ക് സുഹൃത്തായി ഒരു ദേവനെ വേണോ? വേണമെന്ന് സഹദേവൻ പറഞ്ഞു. എന്നാൽ നിനക്കറിയാവുന്നത് സ്വയം ആരോടും പറയരുത്. ആരെങ്കിലും ചോദിച്ചാൽ മറ്റൊരു ചോദ്യം ചോദിക്കുക. ആ അപരിചിതൻ കൃഷ്ണനല്ലാതെ മറ്റാരുമല്ലെന്ന് സഹദേവൻ തിരിച്ചറിഞ്ഞു. സഹദേവന് നിശബ്ദനായിരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എല്ലാം അറിയാം. പക്ഷെ അറിയാവുന്നത് മറ്റാരോടും പറയാനുമാവില്ല. വരാനുള്ളത് തടയാനുമാവില്ല. പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വരാനുള്ളത് എന്താണെന്ന് അറിയുവാൻ കഴിയുമെന്ന് അയാൾക്ക് മനസ്സിലായി. അതിനാൽ പല ഗൂഢശാസ്ത്രങ്ങളെയും
ഒരുമിച്ച് ചേർത്തു. അതുപയോഗിച്ച് മനുഷ്യന് ഭാവി പ്രവചിക്കാമെന്നായി. ദക്ഷിണ ഭാരതത്തിൽ സഹദേവൻ ജ്യോതിഷം, സാമുദ്രിക ശാസ്ത്രം എന്നിവയുടെ ആദ്യ ഗുരുവായി കരുതപ്പെടുന്നു. പല കാര്യങ്ങളും അറിയാമെങ്കിലും പുറത്തു പറയാൻ മടിക്കുന്നവരെ സഹദേവനെന്ന് കളിയാക്കിയും വിളിക്കാറുണ്ട്. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.